ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ 2, ശങ്കറിൻ്റെ ഇന്ത്യൻ 2, കമൽഹാസൻ്റെ ഇന്ത്യൻ 2, സേനാപതി റിട്ടേൺസ്. എന്തിന്? വെറുതെ, ഒരു കാര്യവുമില്ല. ഈ സീക്വൽ ഇറക്കുന്നതിന് പകരം ഒരു പക്ഷേ ഒറിജിനൽ ഇന്ത്യൻ തന്നെ ഒന്നും കൂടെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയാൽ മതിയായിരുന്നു. അതായിരുന്നു ഇന്ത്യക്കാൾ ഭേദം. ശങ്കറിൻ്റെ ഡയറക്ഷൻ, അനിരുദ്ധൻ്റെ മ്യൂസിക്, രവി വർമ്മൻ്റെ സിനിമാറ്റോഗ്രഫി, പിന്നെ ശ്രീകൃഷ്ണൻ്റെ എഡിറ്റിങ്. നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. പക്ഷേ ഒരു കാര്യമില്ല, അത്രയ്ക്ക് മോശം സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും കഥയൊക്കെയാണ്. ലോജിക്കിനെ പറ്റി ഞാൻ പറയുന്നതേ ഇല്ല. അതുകൂടാതെ തന്നെ നമ്മൾ ക്ഷമയെ പരീക്ഷിക്കുന്ന കണക്കുള്ള, ഇൻ്റലക്റ്റിനെ പരീക്ഷിക്കുന്ന കണക്കുള്ള, നമ്മൾ ക്ഷമയെ ചോദ്യം ചെയ്യുന്ന കണക്കുള്ള ഒരു സിനിമ. വളരെ മോശമെന്ന് വളരെ സഹിക്കാൻ പറ്റത്തില്ല. 3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തലവേദന എടുക്കുന്ന കണക്കുള്ള ഒരു പടം. അതായത് ഈ സിനിമാറ്റോഗ്രഫി ഒരു വൃത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് തല ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രഫിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ക്യാമറ വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ശങ്കറിൻ്റെ യൂഷ്വൽ സംഭവങ്ങളുണ്ട്, ഐഡിയലിസം ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വായിലും മൂക്കിലും കണ്ണിലും ഒക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി നടക്കുള്ള ഐഡിയലിസം ഹാമറിങ് ആണ്. നമ്മളെ ഹാമർ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്ന കണക്കാണ്. പിന്നെ അതൊക്കെ പോട്ടെ, അത് പിന്നെ ഐഡിയലിസം ഇരുന്നോട്ടെ, ശങ്കരനപ്പെടാം ഐഡിയലിസം ഇരുന്നോട്ടെ. പക്ഷെ ശങ്കറിൻ്റെ ഗ്രാഫ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. പുള്ളി പണ്ട് എന്തായിരുന്നു, പണ്ട് എത്ര ക്ലാസിക്സ് അല്ലെങ്കിൽ പോലും പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള എഹെഡ് ഓഫ് ടൈംസ് ആയിട്ടുള്ള പടങ്ങളായിരുന്നു പുള്ളി 90s ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന്, അന്യൻ വരെ, ആ കാലഘട്ടം വരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനായിരുന്നു. ജെന്റിൽമാൻ, കാതലൻ, ഇന്ത്യൻ, ജീൻസ്, അന്യൻ, അങ്ങനെയെല്ലാം ടെക്നോളജി ഉപയോഗിച്ചാൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണെങ്കിലും എല്ലാ രീതിയിലും പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു. പ്രത്യേകിച്ച് ശങ്കർ, കുഞ്ഞുമോൻ, പ്രൊഡ്യൂസറായ കുഞ്ഞുമോൻ, ശങ്കർ, ആ ഒരു ഡ്യൂവോ ഒക്കെ ഉഗ്രനായിട്ട് ഇപ്പോഴും മനസ്സിലുള്ളതാണ് എൻ്റെയും മിക്കവരുടെയും. നമ്മുടെ ഗ്രോയിങ് അപ്പ് യേഴ്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആളാണ് ശങ്കർ. അദ്ദേഹം ഇങ്ങനെ ആയി പോയവർക്ക് സന്തോഷമല്ല, സങ്കടം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, പുള്ളിക്ക് വേണ്ടി കാശ് ചിലവാക്കാനും കാശ് അറിയാനും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ പുള്ളിക്ക് പടം പിടിക്കാം. ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഗുണമായിട്ട് പറയാൻ വേണ്ടിയൊന്നുമില്ല. അനിരുദ്ധൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മോശമാണ്. വല്ലപ്പോഴും AR റഹ്മാൻ്റെ BGM വീണ്ടും കേൾക്കാം, ഒറിജിനൽ BGM. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് അത്രയും വോള്യത്തിൽ ഇത് കേൾക്കുന്നത്. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നുള്ളതാണ്. അതായത് നമുക്ക് തല ഇറങ്ങുന്ന കണക്കുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ ചില ബസ്സിലൊക്കെ, ബാംഗ്ലൂർ പോകുമ്പോൾ ബസ്സിലോ ചെന്നൈയിൽ പോകുന്ന ബസ്സിലോ ഒക്കെ ഇടുമ്പം TV-യിൽ, മറ്റേ ബസ്സിലെ TV-യിൽ ഇടുമല്ലോ ചില സിനിമകളൊക്കെ, വൃത്തികെട്ട സിനിമകൾ, അതായത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത സിനിമകൾ. സിംഗം 1, സിംഗം 2, അങ്ങനെയുള്ള പലതും. നമുക്കാണെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല, ബസ്സിൽ കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല എന്നൊരവസ്ഥ. ഇതാണെങ്കിൽ ഭയങ്കര ബഹളം. ഇന്ത്യൻ 2 ആദ്യം മുതൽ അവസാനം വരെ ബഹളമാണ്. ഇൻസെസൻ്റ് ആയിട്ടുള്ള BGM. ഇടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ, ചിത്ര എന്ന ക്യാരക്ടറിൻ്റെ ഫാമിലി ഇഷ്യൂസൊക്കെ കാണിക്കുമ്പോഴും ആ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ചെങ്കിലും ഭയങ്കര നല്ല സീൻസൊന്നും അല്ല, പക്ഷേ കുറച്ചെങ്കിലും ഓക്കെ എന്ന് തോന്നുന്ന സീൻസ് ഉള്ളത് സിദ്ധാർത്ഥ് ഫാമിലി കാണിക്കുമ്പോഴാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാ ആക്ടേഴ്സിനെയും വേസ്റ്റഡ് ആണ്, വെറുതെ ഒരു വേസ്റ്റ്ഫുൾ എഫേർട്ടാണ്. പിന്നെ ലാസ്റ്റായപ്പോൾ ഞാൻ അറിയുന്നു ഇന്ത്യൻ 3 കൂടെ വരുന്നു, ഒരു എപ്പിക് രീതിയിൽ ആണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ആ ഇന്ത്യൻ 3 വരുന്നു. എന്തിനാണോ എന്തോ ഒരു പിടിയുമില്ല. അതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനത് കാണുമെന്ന് ആഗ്രഹിക്കുന്നതില്ല. ചിലപ്പോൾ റിവ്യൂ പറഞ്ഞതിൽ ചിലപ്പോൾ കാണുമായിരിക്കാം, പക്ഷെ ഒട്ടും ലുക്ക് ഫോർവേഡ് ചെയ്യാൻ ഒന്നുമില്ലാത്ത ഒരു ഫ്രാഞ്ചൈസ്. അതായിരുന്നു ഇന്ത്യൻ 2. അപ്പോൾ AR റഹ്മാൻ്റെ ഇടയ്ക്കുള്ള BGM കേട്ടത് മാത്രമാണ് ഇതിൽ ഒരേ ഒരു ഗുണം. പിന്നെ വിവേകിനെയും നെടുമുടി വേണേലും തിരിച്ചു കൊണ്ടുവന്നു. ആ വിഷ്വൽ എഫക്ട്സോ AI ഉപയോഗിച്ചുള്ള വിഷ്വൽ എഫക്ട്സോ whatever it is, അത് നല്ലതായിരുന്നു, കൊള്ളാം. പക്ഷെ പ്രത്യേകിച്ച് വേറൊന്നും എടുത്ത് പറയാനില്ല. സഹിക്കാൻ പറ്റാത്ത പടം. കുറച്ച് നീളമെങ്കിലും കുറയ്ക്കാമായിരുന്നു. ഐ എം ഗോയിങ് വിത്ത്
1 out of 5 for Shankar's waste of time. Thank you. Thanks for watching. Bye.